സ്പോട്ട് ഫിഷിംഗ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് മോർണിംഗ് ഫിഷിങ്ങിന് പോയിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം ഒരു മീൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മീനൊക്കെ കാണാം. നമുക്ക് ഇത്രയും ഇരിക്കുന്നത് നമ്മളിന്ന് നല്ല രീതിയിൽ തന്നെ ക്യാച്ചിങ് നടന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ഫ്രോഗൊക്കെ നമ്മൾ പരിചയപ്പെടുന്നതായിരിക്കും. നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് ബ്രാവോയുടെ കുർലയാണ് ഒരെണ്ണം. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ റിയൽ വാരിൻ്റെ മോജോ, പിന്നെ അതോടൊപ്പം തന്നെ നമ്മുടെ നാച്ചുറൽ ഫ്രോ. ഈ 3 ഫ്രോഗിലും കൂടെയാണ് നമുക്കിന്ന് ഇത്രയും മീൻ അടിച്ചു കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ടാക്കിൾസും അതുപോലെ തന്നെ ഇത് ഉപയോഗിച്ചിരിക്കുന്ന ഫ്രോഗെല്ലാം മേടിച്ചിരിക്കുന്നത് നമ്മുടെ ഫിഷിംഗ് പോയിൻ്റ് ആലപ്പുഴ അവിടെ നിന്നാണ്. അതിൻ്റെ കോൺടാക്ട് നമ്പർ ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. വേണ്ട അവരുമായിട്ട് ബന്ധപ്പെട്ടാൽ മതി. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഫ്രണ്ട്സ്, നമുക്കൊരു മീൻ അടിച്ചിട്ടുണ്ട്. മീൻ കയറി കണ്ടില്ലേ, ഒരു കുഴപ്പമില്ല, ഇതൊരു മീനാണ്. നോക്കാം മീൻ കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന ഫ്രോഗെന്ന് പറഞ്ഞാൽ നമ്മുടെ മുങ്കിവാരിയൻ്റെ നാച്ചുറലാണ്. ഇതാണ് മീൻ. ഒരു 200-300 ഗ്രാം അടുത്ത് കാണും കഷ്ടി. അപ്പോൾ അകടുത്ത കാസ്റ്റിലോട്ട് പോകും. നമുക്ക് വീണ്ടും ഒരു മീൻ അടിച്ചിട്ടുണ്ട്. ക്യാമറ ഓഫായിരുന്നു. നേരത്തെ കിട്ടിയ അതേ സൈസ് ഒരു വരാല തന്നെ, വിയറ്റ്നാം വരാല കേട്ടോ. അടിച്ച ഫ്രോഗ് എന്ന് പറഞ്ഞാലോ ഫ്രോഗിയുടെ നാച്ചുറൽ ഫ്രോഗാണ്. ഇതിനെക്കുറിച്ച് പ്രത്യേകിച്ച് പറയണ്ട. അപ്പോൾ നമുക്ക് ഇവനെ മുക്കി ചെയ്തിട്ട് ഉള്ളിലോട്ട് മാറ്റാം. ഫ്രണ്ട്സ്, നമുക്ക് മീൻ അടിച്ചിട്ടുണ്ടല്ലേ. വീണ്ടും നാച്ചുറൽ അവൻ നന്നാക്കി കയറ്റി വെച്ചിരിക്കാണ്ടല്ലേ. ഓക്കെ, നമുക്ക് പിന്നെ റിമൂവ് ചെയ്തിട്ട് കൊല്ലിയിലോട്ട് മാറ്റാം. ഓക്കെ, ഉണ്ടല്ലോ നാച്ചുറൽ, പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. തീറ്റയെ പോകത്തുള്ള അത്ര എറിഞ്ഞോടിപ്പിക്കും. അടിസക്ക് വീണ്ടും നമുക്കൊരു മീൻ കയറിയിട്ടുണ്ട്. ഉണ്ടല്ലേ, മോജോ തന്നെയാണ് റിയൽ വേറെ.
അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു 10-250 സൈസുള്ള മീനാണ്. നമുക്ക് എടുക്കാൻ പറ്റുന്ന സൈസ് മീനാണ്. അപ്പോൾ നമുക്ക് ഇവനെ കൊല്ലിയിലോട്ട് മാറ്റാം. മോച തകർക്കുകയാണ് അല്ലേ? പ്രോ കണ്ടിലുണ്ട് ഇവിടെ അണ്ണാക്കിലാണ് അവൻ്റെ. അപ്പം നല്ല രീതിയിൽ ഉക്കായിട്ടുണ്ട്. കൈയിട്ട് പിടിച്ച നമ്മൾ കൈ കീറും. കൈ കീറി ഒരു പരുവായിരിക്കുക. നമുക്ക് പിന്നെ പ്ലെയർ ഇട്ട് തന്നെ റിലീസ് ചെയ്യാം. നുക്ക് ചെയ്യാതല്ല. അവസാനം കീഴടങ്ങി. ഓക്കെ, അതടി അടി എടുത്ത് അകത്ത് വെച്ചിരിക്കുന്നത്. ഫ്രണ്ട്സ്, നമ്മുടെ റിയൽ വയറിൻ്റെ മോജോയിലാണ് നമുക്ക് ഇപ്പോൾ അടിച്ചിരിക്കുന്നത്. കണ്ടില്ലേ? നമുക്ക് അവനെ കൊല്ലിയിലോട്ട് പറ്റാം. റിയൽ വയറിൻ്റെ മോജോ ഇട്ടിരിക്കുന്നത് അണ്ണാക്കിലാണ് ഇരിക്കുന്നത്. കണ്ടില്ലേ? അതൊക്കെ അവനെ അണ്ണുക്കുക. മോജോ, റിയൽ വയറിൻ്റെ മോജോ. ഏത് സൈസ് പരാലും അടിക്കും. എന്തെങ്കിലും ഫോളോ വന്നു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് കുരുക്കും ഇതിൻ്റെ. മീൻ കയറുന്നുണ്ട്. ചപ്പും ചവറും ഇട്ടൊക്കെ ആയിട്ടാണ് വരുന്നത്. വലിക്ക് പള്ളിയുണ്ട്. കിടു എത്തിയിരിക്കുന്നു. കണ്ടില്ലേ? പാണ്ട ഏതല്ലേ? ഗൊറില്ല. നമ്മുടെ ബ്രാവോയുടെ ഗൊറില്ലയിലാണ് കയറിയിരിക്കുന്നത്. അത്യാവശ്യം 1 കിലോ റേഞ്ച് വരുന്ന ഒരു മീനാണ്. അവൻ അടിച്ചു അണ്ണാക്കി കയറിയിരിക്കുകയാണ്. പ്രോ സെറ്റ്. നമുക്ക് കൊല്ലിയിലോട്ട് ഇതിനെ മാറ്റാം.